നമസ്തേ സാർ. നമസ്തേ. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു ഇപ്പോൾ അതായത് മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ കോൺഗ്രസിനെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയി. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് വിജയിക്കാൻ സാധിച്ചോ, അതോ അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലേക്കാണോ, അതോ വേറെ പാർട്ടിയിലേക്ക് പോകാനുള്ള തീരുമാനങ്ങളിലേക്കാണോ, അദ്ദേഹത്തിന് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പോകുന്നത്? ശശി തരൂരിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹം UN സെക്രട്ടറി ജനറലാകാൻ അഭിലഷിക്കുകയും അതിനുവേണ്ടി മത്സരത്തിന് ഒരുങ്ങുകയും ചെയ്ത ആളാണ്. പക്ഷേ അതിൽ ഒരു വിജയസാധ്യത കാണാതെ കോഫി അണ്ണൻ്റെ അനന്തരഗാമിയാകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞ് അമേരിക്കയിൽ വളരെ സുഖമായി ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായിരുന്നു, പ്രഭാഷണവും പുസ്തകരചനയുമായി എനിക്ക് അമേരിക്കയിൽ കഴിയാമായിരുന്നു. അത് സ്വീകരിക്കാതെ ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്, രാഷ്ട്രീയമെന്ന് പറയുന്നത് ചില്ലറ കളിയല്ല, ഒരു ഉഷ്ണരാശിയിലൂടെയുള്ള യാത്രയാണ്. അദ്ദേഹം അത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ ഡെമോക്രസിയിൽ ഇടപെട്ട് ഒരാളൊരു രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൻ്റെ ഒടുവിൽ ശശി തരൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വന്നു. അപ്പോൾ അന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിയത് എ റൊമാൻറ്റിക് ബേർഡ് ഫാർ ബിഹൈൻഡ് എന്നാണ്, വൈകിയെത്തിയ കാൽപ്പനിക പക്ഷി എന്നാണ് അന്നൊക്കെ നമുക്ക് ഈ വരവിനെ വിശേഷിപ്പിക്കാൻ തോന്നിയത്. പല അർത്ഥത്തിലും അദ്ദേഹം അടിമുടി ഒരു കാൽപ്പനികനാണ്, വീക്ഷണത്തിലും രചനയിലും രൂപസൗകുമാര്യത്തിലും ഒക്കെ ഒരു റൊമാൻറ്റിക്കാണ്. അങ്ങനെയുള്ള ഒരാൾ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അതിനൊരു കൗതുകമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ 2009 അതെ, കേരളത്തിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തോട് പൂർണ്ണമായൊന്നും സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് കോൺഗ്രസിൻ്റെ സമുന്നതരായ ഒരുപാട് തൽപര കക്ഷികളുണ്ട് നേതൃത്വത്തിൽ, എത്രയോ പേര്. അവർക്കൊന്നും ശശി തരൂരിൻ്റെ ഒരു വരവ് അതൊരു കോൺഗ്രസ് കൾച്ചറിന് ചേർന്ന രീതിയല്ല. വരവും അദ്ദേഹത്തിൻ്റെ മട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും, ഒന്ന് ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട്, അദ്ദേഹത്തിന് മലയാളം സാധാരണ നിലയിൽ മറ്റുള്ളവരെ പോലെ പ്രസംഗിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇംഗ്ലീഷ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിന് ഒരു ഓക്സ്ഫോർഡ് ടച്ച്. അപ്പോൾ ഇതെല്ലാം കൂടെ തിരുവനന്തപുരത്ത് അദ്ദേഹം എന്തായിത്തീരും എന്നൊരു കണ്ടയും പലർക്കും ഉണ്ടായിരുന്നു. ഇന്ന് മാത്രമല്ല, തിരുവനന്തപുരം സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കൾ കോൺഗ്രസ് തന്നെയുണ്ട്. അവർക്കാർക്കും ശശി തരൂർ വന്നു കഴിഞ്ഞാൽ അവരുടെ അവസരമാണ് തട്ടിയെടുക്കപ്പെടുന്നത്. തിരുവനന്തപുരം സീറ്റാണെങ്കിൽ തുടർച്ചയായിട്ട് കോൺഗ്രസ് ചാൾസിലൂടെയൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റ് പിന്നീട് PK വാസുദേവൻ നായർ, പന്നിയൻ രവീന്ദ്രൻ തുടങ്ങിയ ആളുകളിലൂടെ അതൊരു കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെ VS ശിവകുമാറിലൂടെ അത് തിരിച്ചു പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായെങ്കിലും അത് കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച സീറ്റാകുന്നില്ല. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് അദ്ദേഹം എത്തുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളൊരു കാൽപ്പനിക കിളി എന്ന് വിശേഷിപ്പിച്ചത്. അതും വളരെ ലേറ്റായി വന്ന ഒരാൾ. ആ അവസ്ഥയിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ ഒന്നും പിന്തുണയില്ലാതെ അവിടെ മത്സരിച്ച് 1,00,000 പരവോട്ടിന് ജയിച്ചു. അതൊരു അത്ഭുതമായിരുന്നു. തെക്കൻ കേരളത്തിലെ ശരിക്കും എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കന്മാർക്ക് കിടപിടിക്കാൻ പറ്റിയൊരു നേതാവ് തന്നെയല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും വൊഴ്സിഫറസ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ കാര്യങ്ങളെ ഗൗരവതരമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുന്നതിലും അദ്ദേഹത്തിനുള്ള മികവ്, അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ സൗന്ദര്യം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി, ഇതൊക്കെ പാർലമെൻറ്റിൽ പല ആളുകൾക്കും ദഹിക്കാത്തതും പലർക്കും ഉൾക്കൊള്ളാൻ വിഷമമുള്ളതും നേതാക്കന്മാരെ അംഗീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം, അദ്ദേഹത്തിന് ഈ പെറ്റി പാർട്ടി പൊളിറ്റിക്സ് ഇല്ല. അദ്ദേഹം ഒരു മോഡേൺ മൈൻഡിൻ്റെ ആളാണ്, ആധുനികനാണ്. അപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ ഒരു രീതി
അദ്ദേഹത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ താല്പര്യം രാജ്യമാണ്, രാജ്യത്തിൻ്റെ ഭാവിയാണ് ഫസ്റ്റ് കൺസേൺ. പിന്നെ വരുന്നുള്ളൂ പാർട്ടിയുടെ പ്രാധാന്യം. ഇവിടെ നേരെ തിരിച്ചാണ്, പാർട്ടി മുഖ്യം, പിന്നെ നാട് എന്ന അവസ്ഥയിൽ നിന്ന് അതിന് ഘടകവിരുദ്ധമാണ് ശശിയുടെ അപ്രോച്ച് ഇപ്പോഴും അതെ. അപ്പോൾ അത് നാടിൻ്റെ ശ്രേയസ്സിനാണ് പ്രാധാന്യം, നാടിനു വേണ്ടിയാണ് പൊളിറ്റിക്സ്, അല്ല പൊളിറ്റിക്സിന് വേണ്ടിയല്ല നാട് എന്ന രീതിയിൽ നീങ്ങുന്നത് കൊണ്ട് അദ്ദേഹത്തെ സാമാന്യന എല്ലാ നിഷ്പക്ഷമതികൾക്കും ഇഷ്ടമാണ്. അത് തിരുവനന്തപുരം പോലെയുള്ളൊരു മണ്ഡലത്തിൽ വന്നതുകൊണ്ട് അവിടുത്തെ പബ്ലിക് സപ്പോർട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റി. അപ്പോൾ രണ്ടാം തവണ അദ്ദേഹം കോൺഗ്രസ്സുകാരെല്ലാം പിന്തുണച്ചു. പക്ഷേ അദ്ദേഹത്തിന് ആ 1,00,000-അടുത്ത് എത്തിക്കാൻ പറ്റിയില്ല. ഭൂരിപക്ഷം 15,000 കുറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു രാജഗോപാൽ സെക്കൻഡ് ടൈം അന്നും ഇന്നത്തെ പോലെ പുള്ളിയുടെ ഭൂരിപക്ഷം 15,000 കുറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം ഒരു അപകടമാണ്. എന്നാൽ കോൺഗ്രസ്സുകാരെല്ലാം അപ്പോൾ സപ്പോർട്ട് ചെയ്തു. കാരണം ഈ സിറ്റിംഗ് കോൺഗ്രസ് MP അല്ലേ മത്സരിക്കുന്നത്, എതിർത്താലും അദ്ദേഹം ജയിക്കുമെന്ന് അവർക്കറിയാം. അപ്പോൾ എതിർപ്പെല്ലാം സാമാന്യനെ കെട്ടടങ്ങി അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്വീകാര്യനായ MP ആയി. മാത്രമല്ല കേന്ദ്രത്തിൽ മന്ത്രിയൊക്കെ ആയിട്ടല്ലേ വരുന്നത്. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ പോകുമായിരുന്നു. അതിനിടെയാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ ഒരു ജനാധിപത്യ സംസ്കാരം വീണ്ടെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ അത്യാഗ്രഹമെന്നേ ഞാൻ പറയും. അത്യാഗ്രഹത്തിൻ്റെ പേരിൽ അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് അത് തോറ്റുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സരിച്ചത്. അശോക് ഗെഹ്ലോട്ടായിരിക്കും എതിർ സ്ഥാനാർത്ഥി എന്നും ഒക്കെ കരുതിയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വെടിഞ്ഞിട്ട് മത്സരിക്കാനില്ല എന്ന് കണ്ടപ്പോഴാണ് ഖാർഗെയെ ഏർപ്പാട് ചെയ്തത്, മല്ലികാർജുൻ ഖാർഗെ വന്നത്. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയാണ്. ഒഫീഷ്യൽ ഇൻ ദ മീനിങ് അതായത് സോണിയാഗാന്ധി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സോണിയാഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു കുടുംബത്തിന് എതിരായി അദ്ദേഹം നിന്നു. എന്നാലും അദ്ദേഹം അതിനല്ല പ്രാധാന്യം കൊടുത്തത്. ശശി തരൂർ പ്രാധാന്യം കൊടുത്തത് കോൺഗ്രസിൽ ജനാധിപത്യത്തിന് ഭാവിയുണ്ട്, അത് വീണ്ടെടുക്കണം, ഇല്ലെങ്കിൽ അത് വീണ്ടെടുക്കണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ടൊക്കെ അദ്ദേഹത്തിന് കിട്ടി. കേരളത്തിൽ നിന്നേ ഉള്ളൂ വോട്ടൊക്കെ കുറഞ്ഞത്. എങ്കിലും കേരളത്തിൽ നിന്ന് 2-3 ആളുകളുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട്ടെ ഇപ്പോഴത്തെ MP MK രാഘവൻ അദ്ദേഹത്തെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പിന്നെ ശബരിനാഥ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ച ഒരാളാണ്. അങ്ങനെ പലരും പല ജില്ലയിലും ഉണ്ടായിരുന്നു. പക്ഷേ ശശി തരൂർ ഈ മത്സരിച്ച് സ്ഥാനാർത്ഥിയായി തോറ്റതിന് ശേഷം കോൺഗ്രസ്സിൽ അദ്ദേഹത്തിനുള്ള പ്രാധാന്യം പാർലമെൻറ്റിലും പുറത്തും കുറഞ്ഞു വരികയാണ്. അദ്ദേഹം ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാണ് എന്നുള്ളത് ശരി, അതൊരു പക്ഷേ തോറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എങ്കിലും അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഈ ബഡ്ജറ്റിൽ ഡിബേറ്റിൽ പോലും പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് സമയം ലഭിക്കാതെ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിനോട് കയർക്കാൻ തുടങ്ങി. കോൺഗ്രസ് നേതൃത്വത്തോട് അദ്ദേഹം ചണ്ടയിടാൻ തുടങ്ങി. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതി. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ അദ്ദേഹം ലേഖനം എഴുതി. ഇപ്പോൾ മോഡിയെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം മോഡിയുടെ അമേരിക്കയിൽ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷം ഉണ്ടാക്കിയ കരാറും ട്രേഡ് കരാറും ഒക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവായി മാറി. പിന്നെ കേരളത്തിലെ വ്യവസായ നയത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വ്യവസായ നയത്തെ അനുകൂലിച്ചു, പ്രശംസിച്ചു. അപ്പോൾ ഇത് രണ്ടും കോൺഗ്രസ് കണ്ണടച്ച് എതിർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായി കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം സംസാരിക്കുമ്പോൾ കോൺഗ്രസ് എംബാരസ്ഡായി, കോൺഗ്രസ് നേതൃത്വത്തിന് അങ്കലാപ്പുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ഈ ശശി തരൂരിൻ്റെ ഉന്നമെന്ത് എന്ന് നമ്മളൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ ശശി തരൂർ മുന്നോട്ട് വെച്ചത് ഒരുപക്ഷെ കോൺഗ്രസ്സിലെ പല പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഉള്ളിലെ വികാരമായിരിക്കില്ല അദ്ദേഹത്തിലൂടെ പുറത്തു വന്നത്. അല്ല, കോൺഗ്രസ്സിനകത്ത് ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്ന, കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു തടസ്സം കോൺഗ്രസ്സിലെ ബിഗ് ഫാമിലിയാണ്. അത് മോഡി അവസരപൂജിതമായിട്ട് സരസമായിട്ട് പലപ്പോഴും പറയും.
ഒരു ഫാമിലിയുടെ ക്ഷേമമാണോ ഒരു രാജ്യത്തിൻ്റെ ക്ഷേമമാണോ പ്രധാനം എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കി. കോൺഗ്രസ് പുതിയ നേതാക്കളൊന്നും വളർന്നു വരുന്നില്ല. ഉള്ള ആളുകൾ തന്നെ അസംതൃപ്തരാണ്. സംസ്ഥാന തലത്തിൽ രണ്ടാം നിര നേതാക്കളില്ല ഇപ്പോൾ കോൺഗ്രസ്സിൽ. അത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധി പോലുമോ അങ്ങനെയുള്ള നേതാക്കളെ വളർത്തുന്നതിന് പകരം ആശ്രിത വൃന്ദത്തിനെയും സൈക്കോഫാൻസിനെയും ആണ് വളർത്തിയത്. ഇപ്പോൾ ഈ കോൺഗ്രസ്സിലെ ഈ സൈക്കോഫാൻസ് വളർന്നു വന്നു. ഈ പാദസേവകന്മാരെ മതി, നേതാക്കളെ വേണ്ട. അങ്ങനെ ചോദ്യം ചെയ്യുന്ന നേതാക്കളില്ല. സ്വന്തമായി ഓരോ പ്രദേശത്തിനും പിന്നെ ലക്ഷ്യബോധത്തോടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് അതിൻ്റെ ഭാവിയിൽ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾ വളർന്നു വന്നില്ല. വളർന്നു വരുന്ന യുവാക്കൾക്കൊന്നും അതനുസരിച്ചുള്ള പ്രോത്സാഹനം കിട്ടുന്നില്ല. അങ്ങനെ ഒരു നിരാശാബാധിതരായ ഒരു സമൂഹം ആയി കോൺഗ്രസ് മാറി. കഴിഞ്ഞ 10 വർഷം അവർ കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ നിന്നൂടെ മാറിയപ്പോൾ ഈ അവസ്ഥാവിശേഷം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. അങ്ങനെ ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രം കോൺഗ്രസ് പാർട്ടിയായി മാറിയിട്ടില്ലേ ഇപ്പം ചില പ്രത്യേക മതങ്ങളുടെ പാർട്ടികൾ? ഈ സൈക്കോഫാൻസ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസ്സിന് സപ്പോർട്ടീവ് ഗ്രൂപ്പിനെ ഉണ്ടാക്കണം. അപ്പോൾ അത് അന്തം വിട്ട് ചില മതപ്രീണന സ്വഭാവം സ്വീകരിച്ചു. കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ ഘടകകക്ഷിയാണെങ്കിലും സാമാന്യനെ എല്ലാ മുസ്ലിങ്ങളെയും പിന്നെ വിട്ടുവീഴ്ചയോടെ അവരുടെ ചെയ്തികളോട് കണ്ണടയ്ക്കുകയും അവരുടെ ദുശ്ചെയ്തികളെ വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി. മാത്രമല്ല, കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നം വന്നാൽ അവർ നേരെ പാണക്കാട്ടേക്ക് ഓടുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലോ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലോ ആശ്രയിച്ച് സംഭാഷണം നടത്തി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനേക്കാൾ ആവേശം കോൺഗ്രസ് പാണക്കാട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. ഇത് കോൺഗ്രസ്സിലേക്ക് പുതിയ ആളുകൾ വരുന്നതിന് തടസ്സമായി. അതൊരു വസ്തുതയാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെയൊക്കെ അവസ്ഥ അതാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിൽ റീവാമ്പിങ് എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നിയത്. റീവാമ്പ് ചെയ്തിട്ട് എങ്ങനെയായാലും അവരുടെ ഈ ദാസ്യം മാറില്ലല്ലോ. ഒന്ന് ഫാമിലിയോടുള്ള ദാസ്യം, അത് കഴിയുമ്പോൾ പാണക്കാട് തങ്ങളോടുള്ള ദാസ്യം, തങ്ങൾ പറയുന്നത് കോൺഗ്രസിൻ്റെ വ്യക്തിത്വം അങ്ങനെ അടിക്കടി ശൂന്യമായിക്കൊണ്ടിരുന്നു. നിശേഷം ഇപ്പോൾ ശൂന്യമാണ്, ഇല്ലാതായിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് പുതിയ നേതൃത്വം ആവേശോജ്വലമായി പ്രവർത്തിക്കുന്ന തൻ്റെ ഇടമുള്ള നട്ടലുള്ള നേതാക്കൾ കോൺഗ്രസ്സിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് ശശി തരൂർ പുതിയ ചോദ്യമായിട്ട് മാറിയത്. അപ്പോൾ ശശി തരൂരിനൊരു ലക്ഷ്യമുണ്ട്. പെട്ടെന്ന് മാധ്യമങ്ങളും പൊതു സമൂഹത്തിലുള്ള ശുദ്ധഗതിക്കാർ അദ്ദേഹം LDFിലേക്ക് പോവുകയാണോ, അദ്ദേഹം BJPയിലേക്ക് പോവുകയാണോ എന്നീ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അതൊരു നാച്ചുറൽ ചിന്തയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹം BJP ചേരാൻ പോവുകയാണോ, അതോ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി BJP ചേർന്ന് കേന്ദ്രമന്ത്രിയാകാനുള്ള ശ്രമമാണ്, അദ്ദേഹം ജയശങ്കറിൻ്റെ പിൻഗാമിയാകുകയാണ്, വിദേശകാര്യ മന്ത്രിയാകാനാണോ ശ്രമിക്കുന്നത്? ഇതൊക്കെ ശുദ്ധഗതിക്കാർക്ക് പെട്ടെന്ന് തോന്നുന്ന ഗവർണറാകാൻ പോവുകയാണോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പല ആലോചനയും വന്നു. ശശി തരൂരിന് കേരള മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട്. അത് അദ്ദേഹം മറയില്ലാതെ വെളിപ്പെടുത്തിയിട്ടുണ്ട് 1 വർഷം മുമ്പ് തന്നെ. അത് കേരളത്തെക്കുറിച്ചുള്ള ഒരു വിഷൻ അദ്ദേഹം താലോലിക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് കേരളത്തിലൊരു അവസരം കിട്ടിയാൽ അദ്ദേഹത്തിന് കേരളം എങ്ങനെ അടുത്ത ഒരു 10 വർഷത്തേക്ക് എങ്ങനെയാകണം എന്ന് ഒരു കാഴ്ചപ്പാടോടെ ഇവിടെ ചെയ്യേണ്ട റിഫോംസിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയില്ല. കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയാകാൻ വേറെ 5-6 പേര് അപ്പുറത്ത് കിടന്ന് തല്ലുകൂടുകയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്കൂടെ വേറൊരു മത്സരാർത്ഥിയായി തീരുന്ന എന്തിന് എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് അദ്ദേഹം ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ശശി തരൂരിന് എന്ത് ചെയ്യാൻ പറ്റും? ശശി തരൂരിന് അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം, എനിക്ക് കോൺഗ്രസ്സിനോട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരത് സ്വീകരിക്കുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് വേറെ വഴിയുണ്ട് എന്നാണ്. എന്താണ് ഈ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിനുള്ള വേറെ വഴി? തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യമൊന്നും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹം കാണുന്ന വഴി എന്ത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് നമുക്കൊരു ഉത്തരവുണ്ട്. എന്താണത്? അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാം. പുതിയൊരു പാർട്ടിയായിട്ട് ശശി തരൂർ വരുന്നു. പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് കേരളത്തിൽ നിലനിൽപ്പുണ്ട്. ഇത് പ്രാദേശിക പാർട്ടികളുടെ കാലമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും
പിന്നെ BJP ഭരിക്കാത്ത സംസ്ഥാനത്തും BJPയോടൊപ്പം ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനത്തും എല്ലാം പ്രാദേശിക പാർട്ടികൾ പ്രബലമാണ്. ഈ ആം ആദ്മി പാർട്ടി എന്നൊരു പ്രാദേശിക പ്രസ്ഥാനം ഉണ്ടാക്കി അല്ലേ കെജ്രിവാൾ 2 സംസ്ഥാനം ഭരിച്ചത് ഇല്ലേ? ഇപ്പോഴും പഞ്ചാബ് ഭരിക്കുന്നുണ്ടല്ലോ. DMK കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ സംസ്ഥാനത്തും പ്രാദേശിക പാർട്ടികൾ പ്രബലമാണ്. അതിന് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ പ്രബലമായൊരു പ്രാദേശിക പാർട്ടിക്ക് രൂപം കൊടുക്കുവാൻ ശശി തരൂർ ഒരുങ്ങുകയാണെങ്കിൽ വമ്പിച്ച ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടാവും. പ്രത്യേകിച്ചും ആധുനിക വീക്ഷണമുള്ള യുവാക്കളും മോഡേൺ മൈൻഡുള്ള സാമാന്യന് ഒരു കക്ഷി രാഷ്ട്രീയത്തോടും വിധേയത്വമില്ലാത്ത സമൂഹം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രി ആകാമോ എന്നതല്ലേ. അങ്ങനെ ഒരു പ്രബല രാഷ്ട്രീയ ഗ്രൂപ്പായി അദ്ദേഹം മാറുകയാണെങ്കിൽ അദ്ദേഹത്തോട് ഐക്യമുന്നണി ഉണ്ടാക്കാൻ നിലവിലെ കേരളത്തിലെ എല്ലാ പാർട്ടികളും തയ്യാറാകും. LDF തയ്യാറാകും, കോൺഗ്രസ് പോലും തയ്യാറാകും, BJP എപ്പോഴും തയ്യാറാകും. അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വിലപേശാം. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഒരു ഫോർമുല വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ സഖ്യത്തിൽ പങ്കാളിയാകാം. അതിനുള്ള സാധ്യതയും ആ ചരിത്രത്തിലുണ്ട്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെയുണ്ട്. കേരളത്തിൽ പട്ടം താണുള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ 1960 മുഖ്യമന്ത്രിയായി. 1970 C. അച്യുതമേനോൻ കോൺഗ്രസിനേക്കാൾ ചെറിയ അംഗസംഖ്യയുമായി കേരള മുഖ്യമന്ത്രിയായി. അന്ന് ആ സഖ്യകക്ഷിയിലെ വലിയ കക്ഷി R. ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരുന്നു പട്ടത്തിനെ പിന്തുണച്ചത്. പിന്നീട് കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സാണ് അച്യുതമേനോനെ പിന്തുണച്ചത്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ചെറിയ കക്ഷിയുടെ നേതാവായി വന്ന് ആകാവുന്ന ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ നിരവധിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാവി ശശി തരൂരിന് എന്തുകൊണ്ട് കരുപിടിപ്പിച്ചുകൂടാ? അതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള. നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങോട്ടാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.